മലയാളികളുടെ പ്രിയങ്കരനായ താരമാണ് നടൻ ഹരിശ്രീ അശോകൻ. ഇപ്പോഴിതാ തന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഹരിശ്രീ അശോകൻ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. സ്കൂൾ പഠനകാലത്തിന് ശേഷം താൻ ജോലി ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെ ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട്. ടെലിഫോൺ കേബിളിന് കുഴിയെടുക്കാൻ പോയതിന്റെ ഓർമ്മകളാണ് ഹരിശ്രീ അശോകൻ പങ്കുവെക്കുന്നത്. ഹരിശ്രീ അശോകന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട്. താൻ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന പഴയ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നുവെന്നാണ് ഹരിശ്രീ അശോകൻ പറയുന്നത്. 9 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു അത്. ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് വേറെ വേറെയായി താമസമെന്നും ഇളയ അനിയൻ മാത്രമാണിപ്പോൾ അവിടെ ഉള്ളതെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. ആ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ താൻ ആകെ കൊണ്ടുവന്നത് ഊണ് കഴിക്കുന്ന ഒരു പിച്ചള പാത്രമാണെന്നും എല്ലാവർക്കും അങ്ങനെ ഓരോ പാത്രം വീട്ടിലുണ്ടായിരുന്നുവെന്നും ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട്. ചെറുപ്പം മുതൽ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അതിലാണെന്നും അശോകൻ കൂട്ടിച്ചേർത്തു. അതും അമ്മയെയും മാത്രമാണ് താൻ അവിടെ നിന്നും കൊണ്ടുവന്നതെന്നും അശോകൻ പറയുന്നു. 1977 ഹരിശ്രീ അശോകൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. കോളേജിൽ പോകണമെന്ന ഹരിശ്രീ അശോകന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പഠിക്കുക എന്നതിലുപരിയായി മോണോ ആക്ടിൽ യൂണിവേഴ്സിറ്റി വിന്നറാകണമെന്നായിരുന്നു ഹരിശ്രീ അശോകന്റെ ആഗ്രഹം. സ്കൂളിന്റെ ചരിത്രത്തിൽ മോണോ ആക്ടിൽ സ്റ്റേറ്റിൽ പോയി സമ്മാനം വാങ്ങുന്നത് താനായിരുന്നുവെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. അങ്ങനെ കോളേജിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നുവെന്നും അമ്മയ്ക്ക് ആ സമയത്ത് യൂട്രസിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നുവെന്നും അതിനാൽ അന്ന് കോളേജിൽ പോകാൻ പറ്റിയില്ല എന്നും ഹരിശ്രീ അശോകൻ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ആ വർഷം തന്നെ പിക്കാസുമെടുത്ത റോഡ് കുത്തിപ്പൊളിക്കാൻ ഇറങ്ങിയെന്നും ചേട്ടന്മാരുടെ കൂടെയായിരുന്നു ഹരിശ്രീ അശോകൻ പണിക്ക് പോയതെന്നും ഓർമ്മിക്കുന്നു. വോൾഗ ഹോട്ടലിന് മുൻപിലായിരുന്നു തുടക്കം. റോഡ് കുത്തിപ്പൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വഴി ഹരിശ്രീ അശോകന്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ കോളേജിൽ പോകുന്നുണ്ടാകും. അത് കാണുമ്പോൾ തനിക്ക് ഭയങ്കര ചമ്മലായിരുന്നുവെന്നും അതിനാൽ ആളറിയാതിരിക്കാൻ വേണ്ടി തോർത്തുകൊണ്ട് തലവഴി കെട്ടുമായിരുന്നുവെന്നും ഹരിശ്രീ അശോകൻ ഓർക്കുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്തിനാണിത് ചെയ്യുന്നത്, താൻ ഒരു ജോലി ചെയ്യുകയല്ലേ എന്ന് ചിന്തിച്ച് അത് അഴിച്ചുമാറ്റിയെന്നും ഹരിശ്രീ അശോകൻ പറഞ്ഞു. അപ്പോൾ അതുവഴി കോളേജിൽ പോകുന്ന തന്റെ കൂട്ടുകാർ അടുത്തു വന്നുവെന്നും നിനക്കിപ്പോൾ ജോലിയായി, ഞങ്ങൾക്കിനി പഠിച്ചിട്ട് വേണം ജോലിയാകാൻ എന്നവർ പറഞ്ഞുവെന്നും അത് കേട്ട് തനിക്ക് സന്തോഷമായെന്നും പിന്നെ ആ തോർത്തിന്റെ ആവശ്യം തനിക്ക് വന്നിട്ടില്ല എന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. ടെലിഫോണിന്റെ കേബിൾ ഇടാൻ വേണ്ടിയായിരുന്നു കുഴിച്ചിരുന്നതെന്നും വലിയ കേബിൾ ആയിരുന്നുവെന്നും അത് വലിക്കുമ്പോൾ ഐലേസ് ഒക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നും അശോകൻ പറയുന്നുണ്ട്. എന്തായാലും മിമിക്രി വേദികളിലൂടെ സിനിമയിലെത്തിയ ഹരിശ്രീ അശോകൻ ഹാസ്യ നടൻ എന്ന നിലയിലാണ് കയ്യടി നേടുന്നതും താരമാകുന്നതും. മറ്റാർക്കും അനുകരിക്കാൻ പോലും സാധിക്കാത്ത വിധം തന്റെ അസാധ്യ പ്രകടനത്തിലൂടെ പലപ്പോഴും നമ്മെ ചിരിപ്പിച്ചിട്ടുമുണ്ട് ഹരിശ്രീ അശോകൻ. മറ്റു ചിലപ്പോഴാകട്ടെ കണ്ണു നനയിക്കാനും ഹരിശ്രീ അശോകന് സാധിച്ചിട്ടുണ്ട്. കോമഡിയിൽ മാത്രമല്ല നായകനായും വില്ലനായും ഒക്കെ ഹരിശ്രീ അശോകൻ കയ്യടി നേടിയിട്ടുണ്ട്. മാറിയ സിനിമാ കാലത്തും ഹരിശ്രീ അശോകൻ തന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അച്ഛന് പിന്നാലെ മകൻ അർജുൻ അശോകനും സിനിമയിലെത്തുകയും സ്വന്തമായ ഒരിടം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.